എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി ഒരു സ്റ്റീൽ കടായി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുന്നു. 4 സവാളയും പച്ച കൊച്ചുള്ളിയും നന്നായി വഴറ്റുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇനി 15 വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇഞ്ചി കുഞ്ഞിതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതുമാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഏതൊരു വിഭവത്തിനും രുചി പകരുന്നത് പൊടികളുടെ സാന്നിധ്യം കൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് പൊടിക്കൈകൾ ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വഴറ്റിയെടുത്തിരിക്കുന്ന ഉള്ളി ചെറിയതായിട്ട് നമ്മൾ ഇച്ചിരി അങ്ങോട്ട് മാറ്റിയിട്ട് ആ വരുന്ന ഇച്ചിരി സ്പേസിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ചിക്കൻ മസാല എന്ന് പറഞ്ഞൊരു മസാല നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ പെരുംജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ വിഭവത്തിന് നമ്മൾ ഉണ്ടാവുന്നത്. അപ്പം അത് നന്നായിട്ട് ആ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മൂപ്പിച്ചതിന് ശേഷമേ നമ്മളിത് മൊത്തത്തിൽ ഇളക്കി ചേർക്കാവൂ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ മസാല നല്ലൊരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നന്നായിട്ട് മൊത്തത്തിൽ അങ്ങ് ഇളക്കി ചേർക്കുക. ഇതിലേക്ക് നമുക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 3 ഏലക്ക ഇട്ട് കൊടുക്കാം, 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം, പിന്നെ 3 വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. പറ്റുമെങ്കിൽ 4 പച്ചമുളകും ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എരിവ് വരും, അല്ലെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ 1 തക്കാളി തൊലി കളഞ്ഞത് കുഞ്ഞിതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇളക്കിയതിന് ശേഷം 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്ലീൻ ചെയ്തിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. വെള്ളം ഇറങ്ങുന്നവരെ അടച്ചു വെച്ച് കൊടുക്കുക. ഇപ്പം ഏകദേശം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേനും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പിൽ തന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമായിരുന്നു, ഞങ്ങൾ വിട്ടുപോയി. അപ്പം ഇപ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡിയായി. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ്, നാടൻ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം നമ്മൾ ആ ഒരു ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ.